രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും സുവേന്ദു അധികാരിയുമായി തനിക്ക് വൈകാരികമായ ബന്ധമുണ്ടെന്ന് പറയുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര. ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആ പഴയ കാലത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും മാനസികമായി തകർന്നപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നും മഹുവ പറയും. BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മഹുവയുടെ പരാമർശങ്ങൾ. അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മഹുവ തന്നെ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിടുകയും ചെയ്തു. നിയമസഭാ ഇലക്ഷനിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിമത നീക്കങ്ങളും തൃണമൂൽ കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന ഈ അവസരത്തിലാണ് മഹുവ മൊയ്ത്രയുടെ അഭിമുഖം പുറത്തുവരുന്നത്. അധികാരത്തിലുള്ള BJP സർക്കാർ മമതയോട് അടുത്തു നിൽക്കുന്ന തൃണമൂൽ നേതാക്കൾക്കെതിരെ വിവിധ കേസുകളിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് മമതയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കുന്ന മഹുവയുടെ അഭിമുഖം പുറത്തുവരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വ്യക്തിപരമായി എനിക്ക് സുവേന്ദു അധികാരിയുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. ഞങ്ങൾ ഒന്നിച്ച് തൃണമൂലിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് നിഷേധിക്കപ്പെടുകയായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും സുവേന്ദു അധികാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. 2016 കരിമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചപ്പോൾ തൃണമൂലിലെ മുതിർന്ന നേതാക്കൾ ആരും തനിക്ക് വേണ്ടി പ്രചാരണത്തിന് അവിടെ എത്തിയില്ല. എന്നാൽ തന്റെ ആദ്യ റാലി നയിച്ചത് സുവേന്ദു അധികാരിയായിരുന്നുവെന്നും മഹുവ പറയുന്നുണ്ട്. സുവേന്ദു മറ്റൊരു പാർട്ടിയിലേക്ക് പോയി. അതിനാൽ ഇപ്പോൾ പരസ്പരം അധികം സംസാരിക്കാറില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത സഹായങ്ങൾ താൻ ഒരു കാലത്തും മറക്കില്ലെന്നും മഹുവ പറയുന്നുണ്ട്. 2020 മമതാ ബാനർജിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോയത്. ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് മഹുവ മൊയ്ത്ര. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് സുവേന്ദു അധികാരിയെയും BJP-യെയും കടിച്ചു കയറാൻ ശ്രമിച്ച ഒരു ആൾ കൂടെയാണ് മഹുവ മൊയ്ത്ര. സുവേന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നതിനെ ശുദ്ധീകരണം എന്നാണ് മഹുവ വിശേഷിപ്പിച്ചത്. കാലങ്ങളായി മമതയ്ക്ക് ചെയ്യാൻ കഴിയാത്തതാണ് സുവേന്ദുവും BJP-യും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതെന്നും അതിന് നന്ദി പറയുന്നുവെന്നും അന്ന് മഹുവ പരിഹസിച്ചു. ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത MLA-മാരുടെ ക്യാമ്പുമായി പോരാടി TMC-യുടെ നിയന്ത്രണം നേടിയെടുക്കാൻ മമതാ ബാനർജി ഇപ്പോൾ പോരാടുകയാണ്. ഭരണകക്ഷിയായ BJP-യെ പിന്തുണയ്ക്കുന്നതിനായി 20 ലോക്സഭാ MP-മാർ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിച്ചതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. ഒപ്പമുള്ളവരെ നിലനിർത്താനുള്ള കടുത്ത ശ്രമത്തിലാണ് മമതാ ബാനർജി. അപ്പോഴാണ് ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്തിക്കൊണ്ട് മഹുവയുടെ പ്രസ്താവനകൾ പുറത്തുവരുന്നത്. മഹുവയെ അടുത്തിടെ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ മമത ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത്രനാൾ ശത്രുവിനെ പോലെ കണ്ടിരുന്ന സുവേന്ദു അധികാരി മഹുവയ്ക്ക് ഇപ്പോൾ വളരെ പ്രിയപ്പെട്ടവനായി മാറിയെങ്കിൽ അതിനൊരു കാരണമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. തൃണമൂൽ ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് മഹുവ മനസ്സിലാക്കിയിരിക്കുന്നു. TMC പൂർണ്ണമായി തകരുന്നതിന് മുന്നേ തന്നെ BJP-യിലേക്ക് കളം മാറ്റി ചവിട്ടാൻ തന്നെയാണ് മഹുവയുടെ ഈ നീക്കങ്ങൾ. തൃണമൂൽ എന്ന പാർട്ടിക്ക് പറയത്തക്ക ആശയങ്ങളോ പ്രത്യയശാസ്ത്രമോ ഒന്നും തന്നെയില്ല. CPM-നെതിരെ പോരാടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി തൃണമൂൽ പാർട്ടി ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇനിയൊന്നും തൃണമൂലിനെ കൊണ്ട് കഴിയില്ല എന്ന ബോധമുണ്ടായപ്പോൾ എല്ലാവരും പാർട്ടി വിട്ടു പോകുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ഗുണം അനുഭവിക്കുന്നത് BJP തന്നെയാണ്. BJP-യുടെ പ്രവർത്തന ശൈലിയെയും മഹുവ പുകഴ്ത്തുന്നുണ്ട്. BJP-ക്ക് ശക്തമായ കേഡർ സംവിധാനമുണ്ടെന്നും അത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നുവെന്നും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല ആ പാർട്ടി നിലനിൽക്കുന്നതെന്നും മഹുവ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാണ്. മഹുവ മൊയ്ത്ര BJP-യിലേക്ക് എത്തുകയാണ്.